അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഉസ്താദ് അബ്ദുൽ ഗഫൂർ ഖാസിമി, ഈ വേദിയെ ധന്യമാക്കുന്ന ബഹുമാനപ്പെട്ട സമസ്തയുടെ മുശാവറ അംഗം വാക്കോട് ഉസ്താദ്, നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ സെക്രട്ടറിയും ഈ സ്ഥാപനത്തിൻ്റെ ചാലകശക്തിയുമായ ബഹുമാനപ്പെട്ട ഉസ്താദ് ഹാജി കെ മുഹമ്മദ് ഫൈലി, ബഹുമാനപ്പെട്ട OMS തങ്ങൾ, ആനമങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈലി, പ്രിയപ്പെട്ട മുഹമ്മദ് കുട്ടി ഹാജി KT അബ്ദുള്ള ഫൈലി, ഈ സ്ഥാപനത്തിലെ ഉസ്താദന്മാർ ബഹുമാനപ്പെട്ട ഹംസ ഹൈത്തമി, സുലൈമാൻ ഫൈലി, ലിയാവുദ്ദീൻ ഫൈലി, മുഹമ്മദ് അലി ഫൈലി, ഇബ്രാഹിം ഫൈലി തിരൂർക്കാട്, ഈ സദസ്സിൽ വിഷയം അവതരിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട സി ഹംസ സാഹിബ്, അബ്ദുസലാം ഫൈലി ഒളവട്ടൂർ, അതിഥികളായി ഇവിടെ എത്തിച്ചേർന്ന വെസ്റ്റ് ബംഗാളിലെ ഫ്രണ്ട് പേജ് അക്കാഡമിയുടെ ചെയർമാനും ഓൾ ബംഗാൾ മൈനോറിറ്റി യൂത്ത് അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറിയുമായ ബഹുമാനപ്പെട്ട ഖമറുസ്സമാൻ, മൗലാന നൂറുൽ ഇസ്ലാം, പ്രിയപ്പെട്ട ഇദ്രീസ് അലി മണ്ടേൽ, മറ്റു പ്രഗത്ഭരായ നേതാക്കളെ, സഹോദരന്മാരെ, സ്വഹാബ എന്ന ഈ സെഷനിൽ ഖുലഫാഉർ റാഷിദൂൻ, ഇസ്ലാമിൻ്റെ മാതൃകാ ഭരണാധികാരികൾ എന്ന വിഷയമാണ് വളരെ സംക്ഷിപ്തമായി അവതരിപ്പിക്കേണ്ടത്. മഹാന്മാരായ സഹാബത്തിൻ്റെ ദൗത്യവും അവരുടെ മാതൃകയും അവരുടെ ശ്രേഷ്ഠതയും ബഹുമാനപ്പെട്ട അബ്ദുൽ ഗഫൂർ ഖാസിമി ഉസ്താദ് അവറുകൾ വളരെ മനോഹരമായി അദ്ദേഹത്തിൻ്റെ പഠനത്തിൻ്റെയും യാത്രകളുടെയും അനുഭവങ്ങളുടെയും അടിസ്ഥാനത്തിൽ വളരെ പാഠങ്ങൾ പഠിക്കാനുള്ള ഒരു പ്രൗഢമായ പ്രഭാഷണമാണ് അദ്ദേഹം ഇവിടെ നിർവഹിച്ചത്. മഹാന്മാരായ ഖുലഫാഉർ റാഷിദീങ്ങൾ, 4 ഖലീഫമാർ, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രത്യേകമായി തിരഞ്ഞെടുത്ത മഹാന്മാർ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞു, സ്വഹാബത്തിലെ ഓരോരുത്തരെയും അല്ലാഹു ഈ ഉമ്മത്തിന് വേണ്ടി പ്രത്യേകമായി തിരഞ്ഞെടുത്തവരാണ്. അവരുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും ഉന്നതന്മാരായ ഈ 4 മഹത്തുക്കളെ എല്ലാ തലത്തിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരെ ഏറ്റവും വലിയ മഹത്വമുള്ളവരാക്കി. 1,24,000 നബിമാർ, അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ മഹാൻ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഗുഹയിൽ, സൗർ ഗുഹയിൽ അഭയം തേടിയ ഘട്ടത്തെക്കുറിച്ച്, സാനിയ സ്നൈൻ ഇദ് ഹുമാ ഫിൽ ഗാർ ഇദ് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, ഈ ആയത്തോതി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വത്തെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മയ്യകൂനു അഫ്ളൽ മിൻ സാനിയ സ്നൈൻ അല്ലാഹു സാലിസുഹുമാ, രണ്ടാളിൽ രണ്ടാമനായ ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എത്ര വലിയ ഉന്നതനാണ്. കാരണം അല്ലാഹു സാലിസുഹുമാ, അവരിൽ മൂന്നാമൻ അല്ലാഹുവാണ്. ഇന്നല്ലാഹ മഅനാ എന്ന് മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പ്രിയപ്പെട്ട സിദ്ദീഖെ, ദുഃഖിക്കരുത്, വേദനിക്കരുത്, നമ്മോട് കൂടെയുള്ള മൂന്നാമൻ അല്ലാഹുവാണ് എന്ന് പറയുമ്പോൾ, അല്ലാഹു മൂന്നാമനായ ഒരാൾ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അല്ലാഹുവും അവരോടൊപ്പമുള്ള ഒരാൾ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഫളൽ, അതിനപ്പുറം പിന്നെ എന്ത് പറയണം എന്ന് ചോദിക്കുകയാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിമാര്
ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയുകയാ, ഞങ്ങൾ ഒരു സദസ്സിൽ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഓരോ മേഖലയിൽ മഹത്വമുള്ള ആളുകളെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൽമിലും തഖ്വയിലും ഇബാദത്തിലും ഓരോ മേഖലയിൽ ഫضലുള്ള സ്വഹാബത്തിനെ കുറിച്ച് പറയുമ്പോ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നു. എന്താ നിങ്ങൾ ചർച്ച ചെയ്യുന്നത്? അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് സ്വഹാബത്തിന്റെ കൂട്ടത്തിലെ ശ്രേഷ്ഠതയുള്ള ആളുകളെ കുറിച്ചാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അഫീക്കും അബൂബക്കർ, നിങ്ങളുടെ സദസ്സിൽ അബൂബക്കർ ഉണ്ടോ? അവര് പറഞ്ഞു, ഇല്ല നബിയെ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഞങ്ങളുടെ കൂട്ടത്തിലില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ തുഫദ്ദിലുന്ന അഹദൻ മിൻകും അലാ അബീബക്കർ, അബൂബക്കറിനേക്കാൾ എന്ത് വിഷയത്തിലാണെങ്കിലും നിങ്ങൾ ഒരാളെയും ശ്രേഷ്ഠത പറയണ്ട. ഫഇന്നഹു അഫ്ളലുകും ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവർ ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ആയിരക്കണക്കിന് വരുന്ന സ്വഹാബത്തിന്റെ സദസ്സിനോട് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും ഒക്കെ പറഞ്ഞിരുന്നത്, ആരെങ്കിലും മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ മറ്റൊരാൾക്ക് ശ്രേഷ്ഠതയുണ്ട് എന്ന് പറഞ്ഞാൽ, ഒരുപക്ഷെ ചില കാര്യങ്ങളിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ ശ്രേഷ്ഠത ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്കുണ്ട് എന്ന് പറയുന്നവർ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഫضൽ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾക്കുണ്ട് എന്ന് പറയുന്നവർ, ആ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും അലിയാർ തങ്ങളുമാണ് പറയുന്നത്, ആരെങ്കിലും ഏതെങ്കിലും ഒരാൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്ന് പറഞ്ഞാൽ അവനെ ഹദ്ദടിക്കണം, അവനെ ചാട്ടവാറ് കൊണ്ട് ശിക്ഷിക്കണം എന്ന നിയമം പോലും ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു മഹാന്മാർ പറഞ്ഞിരുന്നു. ബഹുമാനപ്പെട്ട ഖുലഫാഉർ റാഷിദീങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹും ഉസ്മാൻ ഇബ്നു അഫ്ഫാനും അലിയാർ തങ്ങളും റളിയല്ലാഹു അൻഹും, ആ മഹാന്മാർ ഖുലഫാഉർ റാഷിദീങ്ങളായത് തന്നെ രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല തീരുമാനിച്ച അല്ലാഹുവിന്റെ തെരഞ്ഞെടുപ്പല്ലേ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിലേക്ക് ഒരുപാട് സൂചനകൾ നൽകിയിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല താനിയസ്നൈനി ഇദ്ഹുമാ ഫിൽ ഗാർ എന്ന അല്ലാഹുവിന്റെ കലാമിലെ ആ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാരായ ഉലമാ പറയുന്നുണ്ട്, ഇവിടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത് ലിഅന്നഹു ലം യഖുൽ താനിയസ്നൈനി ഫിൽ ഗാർ, താനിയസ്നൈനി ഫിൽ ഗാർ എന്നല്ല പറഞ്ഞത്, താനിയസ്നൈനി ഇദ്ഹുമാ ഫിൽ ഗാർ. അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹാനായ മുത്തുനബിയുടെ എല്ലാ അർത്ഥത്തിലും രണ്ടാമനാണ്. കേവലം ഗുഹയിലെ ഹിജ്റ യാത്രയിലെ ഒരു രണ്ടാമനല്ല, ഏത് കാര്യത്തിലും ഖിലാഫത്തിലും, ഫിൽ ഖിലാഫത്തി വൽ ഖബരി വഫിൽ ഹയാത്തി വൽ മമാതി, ഖിലാഫത്തിലും മഹാനായ മുത്തുനബിയോടൊപ്പം ഖബർ വന്നതിലും ജീവിതത്തിലും മരണത്തിലും ഏത് കാര്യത്തിലും വഫീ കുല്ലി ഷൈഇൻ ഇല്ല നുബുവ, നുബുവത്തല്ലാത്ത എല്ലാ കാര്യങ്ങളിലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രണ്ടാമൻ മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് എന്ന് ഖുർആനിലെ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാര് പറഞ്ഞു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞു, യാ അബൂബക്കർ അഅതാകല്ലാഹു റിദ്വാനൽ അക്ബർ, പ്രിയപ്പെട്ട അബൂബക്കറെ, നിങ്ങൾക്ക് നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല റിദ്വാനുൽ അക്ബർ നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞു. റിദ്വാനുൽ അക്ബർ നിങ്ങൾക്ക് നൽകട്ടെ. മുത്തുനബി അങ്ങനെ പറഞ്ഞാൽ റിദ്വാനുൽ അക്ബർ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് മുത്തുനബി പറഞ്ഞാൽ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് വമാ അർദ്വാനുൽ അക്ബർ, എന്താണ് അല്ലാഹുവിന്റെ റസൂലേ റിദ്വാനുൽ അക്ബർ? അപ്പോൾ പറഞ്ഞു, നാളെ പരലോകത്ത് രാജാതിരാജനായ റബ്ബിന്റെ ലിഖാ, അല്ലാഹുവിന്റെ ലിഖാ, പടച്ച റബ്ബ് അവന്റെ ഏറ്റവും വലിയ പരിപൂർണമായ ജലാലത്തോടെ, അവന്റെ ജമാലോടെ പടപ്പുകളുടെ മുന്നിൽ, അല്ലാഹുവിന്റെ സൃഷ്ടികളുടെ മുന്നിൽ അല്ലാഹു ആമായി സ്വർഗ്ഗക്കാർക്ക് പടച്ച റബ്ബിന്റെ ലിഖാ നൽകുമ്പോ അതിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് മാത്രമായിട്ടുള്ള ഒരു ലിഖാ ഉണ്ട്, മറ്റാർക്കുമില്ലാതെ പ്രിയപ്പെട്ട എന്റെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് മാത്രം കിട്ടുന്ന ഒരു ലിഖാ, അതാണ് അർ-റിദ്വാനുൽ അക്ബർ എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാഗ്ദാനം ചെയ്ത റിദ്വാനുൽ അക്ബറിനെ കുറിച്ച് വിശദീകരിച്ചു. ഏറ്റവും വലിയ ആത്മീയമായി സിദ്ദീഖുകളുടെ നേതാവായി
മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. നബിമാര് കഴിഞ്ഞാൽ സിദ്ദീഖീങ്ങളുടെ പദവി പറഞ്ഞു. മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്, കഴിഞ്ഞുപോയവരും വരാനിരിക്കുന്നവരുമായ എല്ലാ സിദ്ദീഖീങ്ങളുടെയും നേതാവ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. മഹാനായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും ഒരു റിപ്പോർട്ടിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളും കൂടെ ഉണ്ടായിരുന്നു. ഉഹദിന്റെ മുകളിൽ കയറിയപ്പോ ഉഹദ് ഒന്ന് പ്രകമ്പനം കൊണ്ടു. ഉഹദ് കുലുങ്ങിയപ്പോ, ഉഹദ് പുളകം കൊണ്ടപ്പോ മഹാന്മാര് വ്യാഖ്യാനിക്കുന്നത് ഏറ്റവും വലിയ സന്തോഷം കൊണ്ട്. കാരണം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അബൂബക്കർ സിദ്ദീഖും ഉമർ ഇബ്നുൽ ഖത്താബും ഉസ്മാൻ ഇബ്നു അഫ്ഫാനും റളിയല്ലാഹു അൻഹും ആ മഹാന്മാരാണ്. ഭയം കൊണ്ടും ഭയഭക്തി കൊണ്ടും പുളകം കൊണ്ടും ഉഹദ് ഒന്ന് വരച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉസ്കുൻ യാ ഉഹദ്, ഉഹദ് അടങ്ങണം, നീ കുലുങ്ങരുത്, പുളകം കൊള്ളരുത്. കാരണം നിന്റെ മുകളിൽ വന്നിരിക്കുന്നത് നബിയുൻ വസിദ്ദീഖുൻ വശഹീദാൻ. നബിയാണ്, അല്ലാഹുവിന്റെ നബിയാണ്, പിന്നെ ഒന്ന് സിദ്ദീഖാണ്, പിന്നെ രണ്ട് ശുഹദാക്കളാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരുപാട് മേഖലകളിൽ ഈ മഹത്വത്തിന്റെ 100,000 ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാനായി കഴിയും. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ഇന്നല്ലാഹ ജഅലൽ ഹഖ്ഖ അലാ ലിസാനി ഉമർ വ ഖൽബി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉമറിന്റെ നാക്കിലും ഖൽബിലും ഹഖ്ഖിനെയാക്കി. ജഅലൽ ഹഖ്, ഹഖ്ഖിനെ ഉമറിന്റെ നാക്കിലും ഖൽബിലും രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഹഖ്ഖിനെ ചേർത്തി വെച്ചു എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു വഴിക്ക് വന്നാൽ ശൈത്താൻമാര് മറ്റൊരു വഴിക്ക് പോകുമെന്ന് പറഞ്ഞപ്പോ ഇന്നി ലഅൻദുറു ഇലാ ശയാതീനിൽ ജിന്നി വൽ ഇൻസ്, മനുഷ്യരിലെയും ജിന്നുകളുടെയും പിശാചുക്കൾ ഖദ് ഫറു മിൻ ഉമർ, ഉമർ ഇബ്നുൽ ഖത്താബിനെ കണ്ടാൽ ഓടി രക്ഷപ്പെടും എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ആത്മീയമായ ഒരുപാട് ഉന്നതമായ പദവിയിൽ. അതുകൊണ്ടാണല്ലോ മഹാനവറുകൾ മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഉംറക്ക് പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉമറേ യാ ഉഖയ്യ അശ്രിക്നാ ഫീ സ്വാലിഹ് ദുആഇക്, നീ ദുആ ചെയ്യുമ്പോൾ ഞങ്ങളെ കൂടെ ഉൾപ്പെടുത്തണം. വലാ തൻസന, ഉമറേ ഞങ്ങളെ മറന്നു പോകരുത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പ്രത്യേകമായി വസിയത്ത് ചെയ്യാൻ കാരണം കാന ഉമർ റളിയല്ലാഹു അൻഹു ശദീദൽ ഖൗഫ് മിനല്ലാഹ്, അല്ലാഹുവിനോട് ഏറ്റവും ഭയമുള്ള, ഭയഭക്തിയുള്ള, തഖ്വയുള്ള ആ ആത്മീയമായ പദവി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ദുആ ചെയ്യണം എന്ന വസിയത്ത് ചെയ്തത് എന്ന് മഹാന്മാര് രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ലിക്കുല്ലി നബിയിൻ റഫീഖുൻ ഫിൽ ജന്ന, നാളെ സുഖലോക സ്വർഗ്ഗത്തിൽ എല്ലാ നബിമാർക്കും റഫീഖായ ഒരു കൂട്ടുകാരൻ ഉണ്ടാകുമ്പോ എന്റെ റഫീഖ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ് എന്ന് പറഞ്ഞ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച അല്ലാഹുവിന്റെ റസൂല് കണങ്കാലിന്റെ ഭാഗത്തേക്ക് തുണി ഉയർത്തി വെച്ചുകൊണ്ട് ഒരു ഭാഗം, ശരീരത്തിന്റെ ഒരു ഭാഗം വെളിപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കടന്നു വന്നപ്പോ ആ വസ്ത്രം ശരിയാക്കി സ്വഹാബത്തിനോട് പറഞ്ഞു. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഏറ്റവും നല്ല ഹയാ ഉള്ള, ലജ്ജയുള്ള മലായികത്ത് പോലും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ ഹയാ പ്രകടിപ്പിക്കുമെന്ന് പറഞ്ഞ് മറ്റ് സ്വഹാബത്തിന്റെ മുന്നിൽ കാണിക്കുന്നതിനേക്കാൾ ഒരു ഹയാഓടെ വലിയ ഒരു ആദരവ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ കാണിക്കാറുണ്ടായിരുന്നു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിജ്ഞാനത്തിന്റെ, രഹസ്യ വിജ്ഞാനങ്ങളുടെ ഒരുപാട് കലവറകൾ തുറന്നു കൊടുത്ത സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ ദീനിലേക്ക് കടന്നു വന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ദീനിന് വേണ്ടി ഒരുപാട് അത്ഭുതങ്ങൾ, ഒരുപാട് ആത്മീയമായ അത്ഭുതങ്ങൾ, തസവ്വുഫിന്റെ ഒരുപാട് കൈവഴികൾ തുറക്കപ്പെടുന്നത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വഴിയിലൂടെയാണ്. ഏത് നിലയിലും ഏറ്റവും മഹത്വമുള്ള 4 മഹാരഥന്മാർ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖിലാഫത്തിലൂടെ, ഇസ്ലാമിക ഭരണാധികാരം ഖുലഫാഉർ റാഷിദീങ്ങളിലൂടെ ആ 4 മഹാരഥന്മാരിൽ ഏൽപ്പിച്ചു. ഇസ്ലാമികമായ ഖിലാഫത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഭരണപരമായ മാതൃകയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ
അത് ഈ ഒരു സദസ്സിൽ ഏത് തരത്തിലും മാതൃകകളാണ് നമ്മൾ പഠിച്ചെടുക്കേണ്ടത്, ഉൾക്കൊള്ളേണ്ടത്. കാരണം ഭരണാധികാരികൾ, ഇന്നത്തെ ഭരണാധികാരികൾ കൂടുതൽ പഠിക്കുകയും അറിയുകയും ചെയ്യേണ്ട മനോഹരമായ മാതൃകകൾ, നമ്മൾ സാധാരണക്കാരായ പ്രജകളും നമ്മളും പഠിക്കേണ്ട ഒരുപാട് മാതൃകകൾ. ഖിലാഫത്ത് എന്നത് ലോക ചരിത്രത്തിലെ ഭരണ സംവിധാനങ്ങളിലെ ഏറ്റവും അത്ഭുതകരമായ ഒരു സംവിധാനമായിരുന്നില്ലേ? കേവലം ഒരു രാജവാഴ്ചയല്ല, അല്ലെങ്കിൽ എന്നാൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് പോലെയുള്ള ഒരു ജനാധിപത്യ രീതിയുമല്ല. രാജാതിരാജനായ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച് മഹാനായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരാണ് നായകന്മാർ എന്നതിലേക്ക് കൃത്യമായ സൂചനകൾ നൽകി. എന്നിട്ട് പരിശുദ്ധമായ ഖുർആനിന്റെയും മുത്തനബിയുടെ സുന്നത്തിന്റെയും മഹാന്മാരായ സ്വഹാബത്തിന്റെ ഇജ്മാഇന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ദീനിന്റെ ഭരണാധികാരം നടപ്പിലാക്കിയ മഹാന്മാരായ അള്ളാഹുവിന്റെ പ്രതിനിധികൾ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രതിനിധികൾ, മുഅ്മിനീങ്ങളുടെ നേതാക്കന്മാർ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം മുതൽക്കാണ് ഖലീഫമാർക്ക് അമീറുൽ മുഅ്മിനീൻ എന്ന ആ ഒരു സ്ഥാനപ്പേര് പറയാൻ തുടങ്ങിയത്. അതുപോലും ചില മഹാന്മാര് പറയുന്നുണ്ട്, ഖലീഫ എന്ന പദവി അത് ഒരു വളരെ വലിയ ഒരു ഏറ്റവും വലിയ സ്ഥാനത്തിന്റെ പദവിയുടെ ആ തരത്തിൽ ജനങ്ങൾ കാണുമ്പോ അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ അമീറാണ് എന്ന ഒരു തരത്തിലേക്ക് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ സ്ഥാനപ്പേര് പോലും സ്വീകരിച്ചത് ഏറ്റവും വലിയ ലാളിത്യത്തിന്റെയും വിനയത്തിന്റെയും ഒരു വലിയ മാതൃകാ ഭരണാധികാരിയുടെ മനോഹരമായ മാതൃകയായിട്ടാണ്. പരിശുദ്ധമായ മദീന കേന്ദ്രമാക്കി ആ മഹാന്മാരായ ഖുലഫാഉർ റാഷിദീങ്ങൾ ഭരണം നടത്തുമ്പോ നേരത്തെ പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ കൃത്യമായി ഓരോരുത്തരാണ്, ഒരാൾക്ക് ശേഷം ഇന്നയാൾ എന്ന് വളരെ കൃത്യമായി നേർക്കുനേരെ മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിലും മനോഹരമായ പ്രവചനങ്ങളും സൂചനകളും. പിന്നെ മഹാന്മാരായ അൻസാറുകൾ, മഹാന്മാരായ മുഹാജിരീങ്ങൾ, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, അവരുടെ മനോഹരമായ സാഹോദര്യത്തിന്റെ വിശദമായ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ഉസ്താദ് ഇവിടെ ഈ ക്ലാസ് എടുക്കാനിരിക്കുകയാ. ആ മഹാന്മാർ അവരാണ്, അവരിലെ മുഖ്യന്മാരായ ആളുകൾ. അവര് കൂടിയാലോചിച്ച് തെരഞ്ഞെടുത്തവര് ബൈഅത്ത് ചെയ്ത് പിന്നെ എല്ലാ ജനങ്ങളും ബൈഅത്ത് ചെയ്യുന്ന ഒരു മനോഹരമായ ഒരു രീതി. കേവലം ഒരു രാജവാഴ്ചയല്ല, കേവലം ഒരു ജനാധിപത്യമല്ല, എന്നാൽ ജനാധിപത്യവും അതോടൊപ്പം അള്ളാഹുവിന്റെ തെരഞ്ഞെടുപ്പും മുത്തുനബിയുടെ തെരഞ്ഞെടുപ്പും ഒക്കെയായി പടച്ച റബ്ബിന്റെ ദീൻ ലോകത്ത് നിലനിർത്താൻ വേണ്ടി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സംവിധാനിച്ച മനോഹരമായ ഒരു മാതൃകാപരമായ ഭരണ സംവിധാനങ്ങൾ. ഒരു ഭരണകൂടം എന്ന തലത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ചിന്തിക്കാൻ സാധിക്കാത്ത അന്നത്തെ മഹാരഥന്മാർ അവരുടെ ഒരുപാട് അത്ഭുതകരമായ പരിഷ്കാരങ്ങൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ചരിത്രമാണ് പറയുന്നത്. ആ കാലഘട്ടത്തിൽ പോലും മനോഹരമായ ഒരുപാട് പരിഷ്കാരങ്ങൾ ഒരുപാട് മേഖലകളിലായി മഹാന്മാരായ ഖുലഫാഉർ റാഷിദീങ്ങൾ വരുത്തിയില്ലേ? ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം മുതൽ തന്നെ ഉമ്മത്തിന്റെ ഭരണീയരുടെ ഓരോ മേഖലകൾ അത് ശ്രദ്ധിക്കാനുള്ള വകുപ്പുകൾ, ഉത്തരവാദിത്തങ്ങൾ, ഇബാദത്തുമായി ബന്ധപ്പെട്ട് നിസ്കാരവും പള്ളിയും ജുമുഅയും ജമാഅത്തും അതേപോലെയുള്ള വ്യക്തിപരമായ ഫർള് ഐനായ ഫർള് കിഫയായ അങ്ങനെയുള്ള കാര്യങ്ങൾ നടപ്പാക്കാൻ, അത് ശ്രദ്ധിക്കാൻ, ജനങ്ങളുടെ കാര്യങ്ങൾ അതിന് മേൽനോട്ടം വഹിക്കാൻ സ്വഹാബിമാരെ ഉത്തരവാദിത്തപ്പെടുത്തിക്കൊണ്ടുള്ള വകുപ്പുകൾ വീതിച്ച് മഹാന്മാരായ ഖുലഫാ നൽകിയിരുന്നു. ബഹുമാനപ്പെട്ട മഹാന്മാരായ ഖുലഫാഉർ റാഷിദീങ്ങൾ അതേപോലെ ജനങ്ങളുടെ വ്യാപാരവുമായി ബന്ധപ്പെട്ട് കച്ചവട കേന്ദ്രങ്ങൾ, കച്ചവട സാധനങ്ങൾ, ഏതൊക്കെ സാധനങ്ങളാണ് അങ്ങാടിയിൽ വിൽക്കുന്നത്, അളവും തൂക്കവും വില നിശ്ചയിക്കാനും പൂഴ്ത്തിവെപ്പ് തടയാനും വഞ്ചന പിടികൂടാനും ആ തരത്തിലൊക്കെ വ്യാപാരവുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ ഓരോ സ്വഹാബിമാർക്ക് അധികാരം നൽകിക്കൊണ്ട് അതിനുവേണ്ടി മഹാന്മാരായ ആളുകളെ മേൽനോട്ടക്കാരായി നിശ്ചയിച്ചു. അതേപോലെ ഗതാഗത വകുപ്പ് വഴി ശരിയാക്കാനും തിരക്കൊഴിവാക്കാനും അപകടങ്ങൾ ഒഴിവാക്കാനും പഴക്കം ചെന്ന
അപകടകരമായ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റാനും അതിനുവേണ്ടി ആസൂത്രണത്തിന്റെയും പൊതുമരാമത്തിന്റെയും ഒക്കെ വകുപ്പുകൾ പോലും ആ കാലഘട്ടത്തിൽ ചുരുങ്ങിയ ഒരു സംവിധാനമായിട്ട് പോലും മഹാന്മാരായ സഹാബത്ത് ഖുലഫാഉർ റാഷിദീങ്ങൾ നടപ്പാക്കി. ബഹുമാനപ്പെട്ട നിരവധി പ്രഗൽഭരായ സഹാബിമാര് ഓരോ വകുപ്പുകൾ കൈകാര്യം ചെയ്തത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ തുടങ്ങി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടമായപ്പോഴേക്ക് ഇങ്ങനെ ഒരുപാട് വകുപ്പുകൾ വീതിച്ചു കൊടുത്ത ഭരണ സംവിധാനത്തിന്റെ മാതൃകകൾ നമുക്ക് പഠിച്ചെടുക്കാനായി കഴിയും. നീതിന്യായ വകുപ്പ് ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ തന്നെയാണ് ആദ്യം കൈകാര്യം ചെയ്തിരുന്നത്. പിന്നെ ഖാളി വകുപ്പ് അങ്ങനെ ഒരു പേര് നിശ്ചയിച്ചില്ലെങ്കിലും അങ്ങനെ നീതിന്യായ വകുപ്പ് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ആ ഖാളി വകുപ്പ്, ഖളാഇന്റെ വകുപ്പ് കൈകാര്യം ചെയ്ത ആ ഒരു വർഷം ഒരു കേസ് പോലും റിപ്പോർട്ട് ചെയ്തില്ല എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ നീതിന്യായ വകുപ്പിൽ ഓരോ പ്രദേശങ്ങളിൽ വ്യത്യസ്ത ഖാളിമാരെ നിശ്ചയിച്ചു. ഖലീഫമാര് നേരിട്ടാണ് ഖാളിമാരെ നിശ്ചയിച്ചിരുന്നത്. ഓരോ പ്രദേശത്തെ ഗവർണർമാർ, പ്രാദേശിക ഭരണാധികാരികൾ, അവർക്ക് പുറമെ ഖലീഫമാര് തന്നെ നേരിട്ട് നിശ്ചയിക്കുന്ന ഖാളിമാർ. എന്തുകൊണ്ട്? ചിലപ്പോൾ ജനങ്ങളുടെ പരാതികൾ ഖലീഫക്കെതിരായാൽ പോലും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അലിയാർ തങ്ങൾ ഖലീഫയാണ്, അമീറുൽ മുഅ്മിനീനാണ്. ശുറൈഹുൽ ഖാളി റഹിമഹുല്ലാ ആ കാലഘട്ടത്തിലെ ഖാളിയുടെ മുന്നിൽ ഒരു ജൂതനാണ് എന്നും നസ്രാനിയാണ് എന്നും അഭിപ്രായമുണ്ട്. മറ്റൊരു മതക്കാരനായ ഒരാൾ ഒരു പടയങ്കിയുടെ വിഷയത്തിൽ തർക്കമുന്നയിച്ചുകൊണ്ട് വന്ന് ന്യായാധിപൻ കൃത്യമായ തെളിവുകൾ സ്വീകരിച്ചുകൊണ്ട് ശുറൈഹുൽ ഖാളി റഹിമഹുല്ലാ ആ ഭരണാധികാരിക്കെതിരെ അലിയാർ തങ്ങൾക്കെതിരെയാണ് ഖാളി വിധി നടത്തുന്നത്. സത്യത്തിൽ ഹക്കായി ആ പടയങ്കി, ഒരു പടയങ്കിയുടെ ഉടമാവകാശം അലിയാർ തങ്ങളുടേതായിരുന്നു. ഒരു പടയങ്കി അത് അലിയാർ തങ്ങളുടേതാണോ അല്ല ഇവന്റേതാണോ? ആ തർക്കത്തിൽ ഇതര മതസ്ഥനായ ഒരു നസ്രാനിയായ ആ ഒരു മനുഷ്യൻ അതിൽ വാദമുന്നയിക്കുമ്പോ തെളിവുകൾ വളരെ കൃത്യമായി പരിശോധിച്ച് ബഹുമാനപ്പെട്ട ഖാളി വിധി പറഞ്ഞു ഖലീഫക്ക് എതിരായിട്ട്. പക്ഷെ വിധി സത്യത്തിൽ ഹക്കായ വിധി ഖലീഫക്ക് അനുകൂലമായിരുന്നു. അതിന്റെ യാഥാർത്ഥ്യം അത് ഈ നസ്രാനിയായ മനുഷ്യനെ അറിയുകയും ചെയ്യുമായിരുന്നു. എന്നിട്ട് ഇസ്ലാമിന്റെ വിധി ഭരണാധികാരിയായിട്ട് പോലും ഭരണാധികാരിക്കെതിരെ തെളിവുകൾ അങ്ങനെ ആയപ്പോ അതൊരു പക്ഷേ തെളിവുകൾ വ്യാജമായി നിർമ്മിച്ചതാവാം. പക്ഷേ പ്രത്യക്ഷമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഖാളിമാര് വിധി പറയുക. ഈ മനുഷ്യൻ ഇത് യഥാർത്ഥമായ ഭരണാധികാരവും ഇസ്ലാമിന്റെ നിയമവും അതിനെ അംഗീകരിച്ചുകൊണ്ട് അതിന്റെ പേരിൽ അലിയാർ തങ്ങളോട് പ്രിയപ്പെട്ട ഖലീഫ അമീറുൽ മുഅ്മിനീൻ, ഈ അങ്കി എന്റേതല്ല, ഇത് നിങ്ങളുടേതാണ്, നിങ്ങളാണ് ഇതിന്റെ അവകാശി. നിങ്ങളുടെ ഖാളിയുടെ ഈ വിധി എന്നെ അത്ഭുതപ്പെടുത്തുന്നു. ഇതിൽ ഏറ്റവും വലിയ ഏറ്റവും വലിയ ന്യായാധിപനായി, ഏറ്റവും വലിയ ആ നീതിന്യായ വകുപ്പിലെ മനോഹരമായി പ്രഖ്യാപനം കണ്ടുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്ന കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് കടന്നു വന്നു അയാൾ എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. അപ്രകാരം തന്നെ മഹാന്മാരായ ഖലീഫമാർ സൈന്യത്തെ, ഇസ്ലാമിക സാമ്രാജ്യത്തിൽ സൈന്യത്തെ വ്യത്യസ്തമായ മേഖലകളിലായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ വളരെ കൃത്യമായ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും അത് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ കാലഘട്ടം മുതൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം വരുമ്പോ ഇസ്ലാമികമായ സാമ്രാജ്യം ഒരുപാട് വ്യാപിച്ചപ്പോ ഒരു രാജ്യത്തിന്റെ ഒരു രാജ്യത്തിന്റെ സൈന്യം പ്രധാനമായും 3 മേഖലകളിൽ, കാലാൾപ്പടയും കുതിരപ്പടയും അതേപോലെ അമ്പെയ്ത്തുകാരും 3 മേഖലകളിലായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അവർക്കൊക്കെ കൃത്യമായി വേതനം നിശ്ചയിച്ച് അവരുടെ ഡ്യൂട്ടി അതിന് സമയം നിർണയിച്ച് അവരുടെ അവധി ദിവസങ്ങൾ നിർണയിച്ച് അവരുടെ മേൽനോട്ടക്കാരായി ചുമതലക്കാരെ ചുമതലപ്പെടുത്തി സൈനിക വകുപ്പ് വളരെ കൃത്യമായി കൈകാര്യം ചെയ്തിരുന്നു. ഓരോ സൈന്യത്തിന്റെ ഘടനകൾ മഹാന്മാര് പറയുന്നുണ്ട്. ഒരു മുന്നേറ്റത്തിന്, ഒരു യുദ്ധത്തിന് വേണ്ടി പോകുമ്പോ സൈന്യത്തിന്റെ മുഖദ്ദിമ, അതിന്റെ മുന്നിൽ വഴി നോക്കാനും ശത്രുക്കളെ നിരീക്ഷിക്കാനും പിന്നെ അതിന്റെ ഏറ്റവും മുഖ്യമായ സർവ്വ സൈന്യാധിപൻ ഉൾക്കൊള്ളുന്ന മുഖ്യ സൈന്യം മുഴുവൻ ഉള്ള അതിന്റെ ഖൽബ് എന്നറിയപ്പെടുന്ന അതിന്റെ
പ്രധാനപ്പെട്ട ഭാഗം. പിന്നെ മൈമനയും മൈസറയും വലതും ഇടത്തും രണ്ട് പാർശ്വത്തിൽ കാവൽക്കാരായി നീങ്ങുന്ന, പിന്നെ പുറകിലായി സാഖ എന്ന് പറഞ്ഞ് പുറകിലായി നിരീക്ഷിച്ചുകൊണ്ടും എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ അത് സംരക്ഷിക്കാനും ആവശ്യമാകുമ്പോ ഖൽബിലേക്ക് ചെന്ന് ചേരാനും ഒക്കെയായി സൈന്യത്തിന്റെ 5 മേഖലകളാക്കി തിരിച്ചുകൊണ്ട് മഹാന്മാര് അങ്ങനെ, അതേപോലെ തന്നെ 10 പേർക്ക് 100 പേർക്ക് 1000 പേർക്ക് അതിന്റെ നേതാക്കളായി, 10 പേർക്ക് അരീഫ് എന്ന പേരിലും 100 പേർക്ക് നഖീബ് എന്ന പേരിലും, 1000 പേരാകുമ്പോൾ ഖായിദ് എന്ന പേരിലും, 10000 പേരാകുമ്പോൾ അമീർ എന്ന പേരിലും, സർവ്വ സൈന്യാധിപന് അമീറുൽ ഉമറാ, ഓരോ കമാൻഡർമാർക്ക് പ്രത്യേകമായ പേരുകൾ വെച്ചുകൊണ്ട് സൈനിക ഘടന ആ കാലഘട്ടം മുതൽ തന്നെ. ഞാൻ ഇതൊക്കെ പറയാൻ കാരണം ഒരു ഭരണ സംവിധാനം എന്നുള്ള നിലയിൽ അന്ന് തന്നെ വളരെ മനോഹരമായ കാഴ്ചപ്പാടോടുകൂടെ ഓരോ മേഖലകളിൽ മഹാന്മാര് വളരെ വിദഗ്ധമായി മാതൃകാപരമായ ഭരണ സംവിധാനങ്ങൾ നടപ്പാക്കി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ നാവികപ്പടയുണ്ടായത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ 200 കപ്പലുകൾ നാവികപ്പടയായി അമീറുൽ ബഹ്റിനെ നിശ്ചയിച്ചുകൊണ്ട്, ആ ഒരു വാക്കിൽ നിന്നാണ് പിന്നെ ഫ്രഞ്ചുകാര് അമീറാൻ എന്ന് നാവികപ്പടയുടെ നായകൻ ഉപയോഗിക്കുകയും അത് ഇംഗ്ലീഷുകാര് അഡ്മിറൽ എന്ന് ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തത് അമീറുൽ ബഹർ ലോപിച്ചുണ്ടായതാണ് എന്ന് നിരീക്ഷിക്കുന്ന ചരിത്രകാരന്മാരുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിൽ എന്ന് മാത്രമല്ല, ലോക ചരിത്രത്തിൽ തന്നെ നാവിക പടയുടെ സംവിധാനത്തിൽ മാതൃകാപരമായ മാതൃകകൾ സംവിധാനിച്ച ഇസ്ലാമിക ഭരണാധികാരികൾ ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലഘട്ടത്തിൽ തുടങ്ങിയ ആ സംവിധാനങ്ങൾ പരിശുദ്ധമായ മദീന കേന്ദ്രമാക്കി. പിന്നെ ഓരോ പ്രവിശ്യകൾ, മക്കയും ബഹ്റൈനും ഹദർമൗത്തും തായിഫും സൻആവും ഒക്കെ ഓരോ പ്രവിശ്യകളായി നിശ്ചയിച്ച് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ കാലഘട്ടത്തിൽ അത് 10 പ്രവിശ്യകളായി വളർന്ന്, പിന്നെ ആ പ്രവിശ്യകൾ സ്റ്റേറ്റുകൾ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തില് ആദ്യം വിലായത്തുകൾ എന്നറിയപ്പെട്ട സ്റ്റേറ്റുകൾ, പിന്നീട് മിസ്റുകൾ എന്നറിയപ്പെട്ട സ്റ്റേറ്റുകൾ. ഓരോ ഭാഗത്തും എല്ലാ രംഗത്തും സംവിധാനങ്ങൾ, ഫണ്ട് കളക്ഷൻ നടത്താൻ, വരുമാനത്തിന് വേണ്ടി സക്കാത്ത് പിരിച്ചെടുക്കാനും ജിസിയ പിരിച്ചെടുക്കാനും പ്രധാനമായി 7 വകുപ്പുകളിലായി ഇസ്ലാമിക ഭരണകൂടത്തിന് ഫണ്ടിന്റെ ധനാഗമ മാർഗങ്ങൾ, ഫണ്ട് വരാനുള്ള മാർഗങ്ങൾ, സക്കാത്തിന്റെയും ജിസിയയുടെയും ഗനീമത്തിന്റെയും അങ്ങനെ പ്രധാനപ്പെട്ട 7 വഴികൾ, അതൊക്കെ സ്വീകരിക്കാനും കൈകാര്യം ചെയ്യാനും ഭരണം നടത്താനും ഒക്കെ ഓരോ പ്രവിശ്യകൾ ഉദ്യോഗസ്ഥന്മാരെ നിയോഗിച്ചുകൊണ്ട് വളരെ വ്യവസ്ഥാപിതമായ മനോഹരമായ മാതൃകാ ഭരണം കാഴ്ചവെച്ച് ഈ പ്രദേശങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്ക്, അമുസ്ലിങ്ങളായ ആളുകൾക്ക് അവർക്ക് വളരെ സന്തോഷത്തോടുകൂടെ ജീവിക്കാനുള്ള സർവ്വ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഇസ്ലാമിക ഭരണത്തെക്കുറിച്ച് പഠിക്കുമ്പോ 100% ഇസ്ലാമിക ഖിലാഫത്ത് നടക്കുന്ന ആ പ്രദേശങ്ങളിൽ പോലും അമുസ്ലിങ്ങളായ ആളുകൾ മുസ്ലിങ്ങളോടൊപ്പം സാഹോദര്യത്തിൽ ജീവിക്കുന്ന ദിമ്മികളായ ആളുകൾ, ചില ആളുകൾ ഇസ്ലാമിനെ ശത്രുതയോടുകൂടെ പറയുമ്പോ അവരിൽ നിന്ന് ജിസിയ വാങ്ങിയിട്ടാണ് ഇസ്ലാമിക ഭരണാധികാരികൾ ഭരണം നടത്തിയിരുന്നത്. ഒരാക്ഷേപത്തിന്റെ സ്വരത്തിൽ പറയാറുണ്ട്, സത്യത്തിൽ ജിസിയ എന്നത് സക്കാത്തിന്റെ അളവിനേക്കാൾ കുറവായിരുന്നു. മുസ്ലിങ്ങളിൽ നിന്ന് വാങ്ങിയിരുന്ന സക്കാത്തിന്റെ അളവിനേക്കാൾ കുറവായിരുന്നു ജിസിയ വാങ്ങിയിരുന്നത്. അത് മാത്രമല്ല, ജിസിയ ഒരുപാട് ആളുകൾക്ക് ഒഴിവാക്കപ്പെട്ടിരുന്നു. പ്രായമുള്ള ആളുകൾ, സീനിയർ സിറ്റിസൻസിന് ജിസിയ ഉണ്ടായിരുന്നില്ല. സ്ത്രീകൾക്ക്, കുട്ടികൾക്ക്, അതേപോലെ വികലാംഗരും മറ്റുമൊക്കെയായ ദുർബലരായ ആളുകൾക്ക് അമുസ്ലിങ്ങളായ ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ അവർക്ക് ജിസിയ ഒഴിവാക്കി കൊടുത്തിരുന്നു. ജിസിയ ഒഴിവാക്കി കൊടുത്ത അമുസ്ലിങ്ങളായ ആളുകൾക്ക്, ഈ പ്രായമുള്ളവർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും രോഗികൾക്കും അബലർക്കും ദുർബലർക്കുമൊക്കെ ഒരുപാട് ക്ഷേമ പദ്ധതികൾ അമുസ്ലിങ്ങളായ ആളുകൾക്ക് പോലും ഭരണകൂടം നടപ്പാക്കുകയും ചെയ്തിരുന്നു. വിദ്യാഭ്യാസ രംഗത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടം മുതൽ തന്നെ ജനങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നമുക്കറിയാമല്ലോ, ബദറിൽ യുദ്ധത്തടവുകാരായി പിടിക്കപ്പെട്ടവർക്ക് അവർക്ക് കൊടുത്ത ഒരു പണിഷ്മെന്റ് പോലും മദീനക്കാരായ ആളുകൾക്ക്, അക്ഷരം അറിയുന്നവരോട് അവർക്കൊരു ശിക്ഷ പോലെ കൊടുത്തത് മദീനക്കാരായ ആളുകൾക്ക് അക്ഷരാഭ്യാസം നൽകാനാണ്. അവരെ കൊണ്ടുപോലും സാക്ഷര വിപ്ലവം നടത്തിയ, പിന്നീട് മറ്റുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഓരോ മേഖലകളിൽ വൈദ്യം പഠിപ്പിക്കാൻ ആളുകളെ നിയോഗിച്ചു.
ഓരോ മേഖലകൾ വിദ്യാഭ്യാസ രംഗത്ത് പലതരത്തിലുള്ള ആ കാലഘട്ടത്തിലെ ഓരോ രംഗത്തും, കായിക രംഗത്തും ടെക്നിക്കലായും ആ അന്നത്തെ സംവിധാനങ്ങളിൽ ഓരോ മേഖലകളിലെ വിദ്യാഭ്യസിപ്പിക്കാൻ ആളുകളെ കൊണ്ടുവന്ന് ആ സാമ്രാജ്യത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ വിപ്ലവങ്ങൾ നടത്തി. ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ നമുക്കറിയാമല്ലോ, നഹ്വിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം മുതൽക്കാണ് ആ നഹ്വിന്റെ അതിന്റെ അങ്ങനെ അറബ് ഭാഷയിൽ ഒരു വ്യാകരണ ശാസ്ത്രം പോലും രൂപപ്പെടുന്നത്. ഭാഷാപരമായ, സാഹിത്യപരമായ മറ്റുള്ള എല്ലാ വിജ്ഞാന ശാഖകളിലും ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലഘട്ടത്തിൽ ഒരുപാട് മനോഹരമായ മാതൃകകൾ നമുക്ക് കണ്ടെത്താനായി സാധിക്കും. വലിയ സാമ്രാജ്യത്തിന്റെ എത്രയോ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന നിരവധി പട്ടണങ്ങളും പ്രവിശ്യകളും രാജ്യങ്ങളുമുള്ള വിശാലമായ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ഭരണാധികാരികളായിരുന്നിട്ട് കൂടി ഏറ്റവും വലിയ മാതൃകയോടുകൂടെ ജീവിച്ചവർ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഒരു വർഷം വളരെ ശക്തമായ പട്ടിണിയുടെ ഒരു കാലം വന്നപ്പോ, വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു കാലം വന്നപ്പോ, ബഹുമാനപ്പെട്ടവർ ഭരണാധികാരിയാണ്, റാഹത്തായി അവർക്കും കുടുംബത്തിനും ഭക്ഷണം കഴിക്കാൻ നല്ല മുന്തിയ ഭക്ഷണങ്ങളൊക്കെ കിട്ടും. പക്ഷേ അന്ന് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു മുന്തിയ ഭക്ഷണം ഒന്നും കഴിക്കുമായിരുന്നില്ല. കൊഴുപ്പുള്ള ഭക്ഷണങ്ങളോ മാംസ വിഭവങ്ങളോ ഒന്നും കഴിക്കുമെന്ന് പലപ്പോഴും പട്ടിണിയായിരുന്നു. ഖലീഫക്ക് ഭക്ഷണം കിട്ടാത്തത് കൊണ്ടല്ല, ഖലീഫയുടെ കുടുംബത്തിന് ഭക്ഷണം കിട്ടാത്തത് കൊണ്ടല്ല. പക്ഷേ ബഹുമാനപ്പെട്ടവർ ഒരിക്കൽ പറഞ്ഞു, പട്ടിണി കൊണ്ട്, പ്രയാസം കൊണ്ട് വയറിൽ നിന്ന് ഒരു ശബ്ദം കേട്ടപ്പോ, കൂടെ മഹാന്മാരായ ആളുകളുണ്ട്, ഖലീഫയുടെ വയറിൽ നിന്നൊരു ശബ്ദം കേട്ടപ്പോ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് അപ്പോൾ പറഞ്ഞു, വയറേ നീ ശബ്ദിച്ചോ, പക്ഷേ മുഅ്മിനീങ്ങൾ അവരുടെ വയറ് നിറക്കാതെ നിനക്ക് ഞാനൊന്നും തരൂല എന്ന് സ്വന്തം വയറിനോട് പറഞ്ഞ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. വസ്ത്രങ്ങൾ ഖലീഫയായിരിക്കുന്ന സമയത്ത് ഷാമിലേക്ക് ഒരു യാത്രക്ക് വേണ്ടി ഒരുങ്ങുമ്പോ മഹാന്മാർ 2 ഖമീസ് കൊടുത്തു. 2 ഖമീസിൽ ഒന്ന് മിനുമിനുപ്പുള്ള മിനുസമുള്ള ഒരു ഖമീസായിരുന്നു. ബഹുമാനപ്പെട്ടവർ അത് സ്വീകരിച്ചില്ല. തന്റെ സ്വന്തമായ 12 തുന്നുകളുള്ള കഷ്ണം വെച്ച് തുന്നിയ, 12 ഭാഗത്ത് കഷ്ണം വെച്ച് തുന്നിയ പരുത്തി കൊണ്ടുള്ള പരുക്കനായ ഖമീസ് ധരിച്ചുകൊണ്ട് മറ്റുള്ള പ്രദേശങ്ങളിലേക്ക് ഖലീഫയുടെ യാത്രകളിൽ പോലും ബഹുമാനപ്പെട്ടവർ ഹജ്ജിന് പോകുമ്പോ ഇഹ്റാമിനു വേണ്ടി ഉടുത്ത വസ്ത്രത്തിന്റെ ചരിത്രം പോലും മഹാന്മാര് രേഖപ്പെടുത്തുന്നുണ്ട്. പലപ്പോഴും അങ്ങനെ ഏറ്റവും താഴ്ന്ന വേഷത്തിലും ഭക്ഷണത്തിലും ഓരോ ഘട്ടങ്ങളിലും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരുപാട് ചരിത്രങ്ങൾ നമുക്കറിയാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വലിയ സമ്പന്നനായിരുന്നു, വലിയ കച്ചവടക്കാരനായിരുന്നു. അവസാനം എല്ലാം ദീനിന് നൽകി. വഫാത്തിന്റെ തൊട്ട് മുമ്പ് മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് മോളോട് പറഞ്ഞു, മോളെ ഞാൻ മരണപ്പെട്ടാൽ എനിക്ക് ബാക്കിയുള്ളത് ഇതാ ഈ ഒരു കമ്പിളി പുതപ്പാണ്. ഖത്വാനി കമ്പിളി കൊണ്ടുണ്ടാക്കിയ ഒരു കമ്പിളി പുതപ്പ്. അപ്രകാരം ഒരു ഒട്ടകം, ഒരു മെലിഞ്ഞ ഒരു ഒട്ടകം മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, മോളെ ഞാൻ വഫാത്തായാൽ എന്റെ ബാക്കിയുള്ള ഈ സ്വത്ത്, ഈ ഒട്ടകത്തെയും ഈ പുതപ്പും അത് ഉമർ ഇബ്നുൽ ഖത്താബിനെ കൊണ്ടുപോയി ഏൽപ്പിക്കണമെന്ന് മകളോട് ഞാൻ മരിച്ചാൽ എന്റെ അനന്തര സ്വത്തായി ആകെ ഇതേ ഉള്ളൂ എന്ന് പറയുകയല്ല, അതുപോലും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കൊണ്ടുപോയി ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖലീഫയായിരുന്ന കാലഘട്ടത്തിൽ വീട്ടിൽ ജനങ്ങൾക്ക് നല്ല ഭക്ഷണങ്ങളൊക്കെ ബൈത്തുൽ മാലിൽ വന്നു ചേരുന്ന നല്ല ഭക്ഷണങ്ങൾ അതൊക്കെ ജനങ്ങൾക്ക് വീതിച്ചു കൊടുത്ത് വീട്ടിലേക്ക് എത്തിയാൽ ഉണക്കറൊട്ടി സുർക്കയിൽ ഒപ്പിക്കൊണ്ട് ഭക്ഷണം കഴിച്ച ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വലിയ സമ്പന്നനായിരുന്നു. ഭരണാധികാരിയാകുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ വലിയ സമ്പന്നൻ, ലക്ഷപ്രഭുവായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. പക്ഷെ ഭരണാധികാരിയായിരിക്കുമ്പോ അവരുടെ ഒക്കെ നിലപാടുകൾ മാറുകയാ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്ന സമയത്ത് ഒരു ദിവസം ജനങ്ങളെ വിളിച്ചു. എന്നിട്ട് ബഹുമാനപ്പെട്ടവര് അവരുടെ വാള്, അലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാള്
ഉറയിൽ നിന്ന് ഊരിക്കൊണ്ട് എന്റെ ഈ വാള് ഞാനിതാ വിൽക്കുകയാണ്, ആരാണ് വാങ്ങുക എന്ന് പറഞ്ഞു. വില പറഞ്ഞു. ഏതോ ഒരാൾ ആ വാള് അലിയാർ തങ്ങളിൽ നിന്ന് വാങ്ങി. ആ വില വാങ്ങിയിട്ട് പറഞ്ഞു, എനിക്കൊരു തുണി വാങ്ങാൻ എന്റെ കയ്യിൽ പണമുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ എന്റെ വാള് വിൽക്കുമായിരുന്നില്ല എന്ന് സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഭരണാധികാരിയാണ്, അമീറുൽ മുഅ്മിനീനാണ് പറയുന്നത്. മഹാനവറുകളുടെ ഔറത്ത് മറക്കാനുള്ള ഒരു തുണി വാങ്ങാൻ വേണ്ടി പണമില്ലാത്തതിന്റെ പേരിൽ സ്വന്തം വാള് പോലും വിറ്റ് ബഹുമാനപ്പെട്ട അലിയാർ തങ്ങള് ബഹുമാനപ്പെട്ടവരുടെ മുന്നിലേക്ക്, ഭരണാധികാരിയുടെ മുന്നിലേക്ക് ആരോ കൊടുത്തയച്ച ഒരു മധുര പലഹാരം, ഫാലൂദജ് എന്ന പേരുള്ള നല്ല മണമുള്ള രുചികരമായ ഭക്ഷണം കൊണ്ടുവന്നപ്പോ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, നിന്റെ മണം, ഈ വിഭവത്തിന്റെ, ഈ ഭക്ഷണത്തിന്റെ സുഗന്ധം മൂക്കിലേക്ക് അടിച്ചു വീശുമ്പോ കൊതിയൂറുന്ന, നാക്കിൽ വെള്ളമൂറുന്ന ഈ ഭക്ഷണം, എല്ലാവരും കൊതിക്കുന്ന, കാണാൻ ഭംഗിയുള്ള, രുചിയുള്ള, സുഗന്ധമുള്ള ഈ ഭക്ഷണം, പക്ഷേ അത് എന്റെ ശരീരത്തെ ഞാൻ കഴിപ്പിക്കൂല. അള്ളാഹുവിനെ മറന്ന് ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ സുഖലോലുപതയിലേക്ക്, ആഡംബരങ്ങളിലേക്ക് പോകരുത് എന്ന് പറഞ്ഞ് അതും ജനങ്ങൾക്ക് വീതിച്ചു കൊടുക്കാൻ പറഞ്ഞു സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഉമർ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഒരിക്കൽ ഒരൽപ്പം നല്ല സുഗന്ധ വസ്തുക്കൾ, വിലപിടിപ്പുള്ള മിസ്കിന്റെയും അംബറിന്റെയും സുഗന്ധ വസ്തുക്കൾ മറ്റൊരു രാജ്യത്ത് നിന്ന് കൊടുത്തയച്ചപ്പോ, ബൈത്തുൽ മാലിലേക്ക് കിട്ടിയപ്പോ, അത് അളന്ന് കൃത്യമാക്കാൻ വേണ്ടി ആരെയാണ് കിട്ടുക എന്ന് പറഞ്ഞു. പരിചയമുള്ള സുഗന്ധ വസ്തു അത് കൃത്യമായി അളന്ന് അത് തിട്ടപ്പെടുത്താൻ. അപ്പോൾ അവരുടെ ഭാര്യ മഹദിയായ ആത്തിഖ റളിയല്ലാഹു അൻഹ അവർ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ഉമർ റളിയല്ലാഹു അൻഹു, ഞാനത് അളന്ന് വൃത്തിയാക്കാൻ എനിക്ക് പരിചയമുണ്ട് എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, വേണ്ട, നീ വേണ്ട. കാരണം നീ അളന്നാൽ അതിലെ ഒരു സുഗന്ധത്തിന്റെ ഒരൽപ്പം നിന്റെ കൈവിരലുകളിൽ പറ്റിപ്പിടിച്ചാൽ, അത് നീ ആസ്വദിച്ചാൽ, കൈവിരലിൽ പറ്റിപ്പിടിച്ച സുഗന്ധം നിന്റെ ശരീരത്തിലോ വസ്ത്രത്തിലോ നീ പുരട്ടി അത് ആസ്വദിച്ചാൽ, ബൈത്തുൽ മാലിലേക്ക് വന്ന സുഗന്ധ വസ്തു എന്റെ കുടുംബം ഉപയോഗിച്ചു എന്നതിന്റെ പേരിൽ രാജാതിരാജനായ റബ്ബിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന് ഞാൻ ഭയപ്പെടുകയാണ്. അത്ര വലിയ സൂക്ഷ്മത ചെറിയ കാര്യങ്ങളിൽ പോലും പാലിച്ച മഹാന്മാരായ ഖുലഫാഉർ റാഷിദീങ്ങൾ, അവരെ വന്ന് കാണാൻ കാവൽ ഭടന്മാർ, അവരെ വന്ന് കാണാൻ നേരത്തെ അതിനുവേണ്ടി തയ്യാറാക്കിയ കാവൽ പുരകളോ അവരുടെ പ്രൊട്ടക്ഷൻ ഗാർഡുകളോ ഉണ്ടായിരുന്നില്ല. എവിടെയും ആർക്കും എപ്പോഴും വെച്ച് കാണാൻ കഴിയുന്ന രൂപത്തിൽ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പള്ളിയിൽ ളുഹറിന് മുമ്പുള്ള ഖൈലൂലത്തിന്റെ ഉറക്കം ഉറങ്ങുക, ഒരു അല്പനേരം അവിടെ കിടന്നുറങ്ങി. ബഹുമാനപ്പെട്ട ഒരു ഖലീഫയായിരുന്ന കാലഘട്ടത്തിൽ ആ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് വരുമ്പോ ആ പള്ളിയിലെ ചരൽ കല്ലുകൾ ശരീരത്തിൽ പതിഞ്ഞ അടയാളം, പള്ളി അങ്ങനെയായിരുന്നല്ലോ, ചരൽ കല്ലുകൾ ശരീരത്തിൽ പതിഞ്ഞ അടയാളം. ജനങ്ങൾ പറഞ്ഞു, ഹാദാ അമീറുൽ മുഅ്മിനീൻ, ഇതാണ് ഇസ്ലാമിക ഭരണാധികാരി, ഇതാണ് അമീറുൽ മുഅ്മിനീൻ. ഒരു സാധാരണക്കാരനായി പള്ളിയിൽ ചരൽ കല്ലുകൾ വിരിച്ച പള്ളിയിൽ ഒരു സാധാരണ ഒരു ഫക്കീറിനെ പോലെ വന്ന് കിടന്നുറങ്ങി ശരീരത്തിൽ അതിന്റെ പാടുകൾ പതിഞ്ഞ ഈ ഭരണാധികാരിയാണ് ഞങ്ങളുടെ ഭരണാധികാരി എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ജനങ്ങൾ പറഞ്ഞു എന്ന് മഹാന്മാരെ രേഖപ്പെടുത്തുന്നു. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഗവർണറായിരുന്ന സ്ഥലത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തില അവിടെ അവരെ വന്ന് കാണാൻ ഒരു കാവൽ ഭടനെ ഏർപ്പാടാക്കി, ഒരു കാവൽ പുര ബഹുമാനപ്പെട്ടവർ പണിതു. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഗവർണറെ കാണാൻ വരുന്നവരെ നിയന്ത്രിക്കാൻ വേണ്ടി ഒരു കാവൽ പുര പണിതപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കത്തയച്ചത് സഅദിനോട്, സഅദ്, നിന്റെ കാവൽ പുര കത്തിച്ചു കളയണം എന്നാണ്. കാവൽ പുര വേണ്ട ഇസ്ലാമിക ഭരണാധികാരികൾക്ക് എന്ന് പഠിപ്പിച്ചു കൊടുത്ത തന്റെ കീഴിലുള്ള ഗവർണർമാരെ പോലും അങ്ങനെ ഏറ്റവും വലിയ മാതൃകാപരമായ ഒരു ഭരണകൂടത്തെ ലോക ചരിത്രത്തിൽ നമുക്ക് നോക്കിക്കാണാൻ കഴിയോ? ഇന്നത്തെ ഭരണാധികാരികൾ, അവരുടെ സംവിധാനങ്ങൾ, അവരുടെ പ്രൊട്ടക്ഷൻ ഗാർഡുകൾ പൊതുഖജനാവിൽ നിന്ന് വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന കോടികൾ, അതിന്റെയൊക്കെ കഥകൾ കേൾക്കുമ്പോ ഈ മഹാന്മാരായ ഇസ്ലാമിക ഖിലാഫത്തിന്റെ മാതൃകാ ഭരണാധികാരികളെ ഓർക്കാൻ നമുക്ക് സാധിക്കുക എന്നത്, അവരെ അങ്ങേയറ്റം ഇഷ്ടപ്പെടാൻ നമുക്ക് സാധിക്കുക എന്നത് ഏറ്റവും വലിയ, ഏത് നിലയിലും ആത്മീയമായും ഇൽമു കൊണ്ടും ഇബാദത്ത് കൊണ്ടും
സുഹുദ് കൊണ്ടും തഖ്വ കൊണ്ടും ഭരണാധികാരം കൊണ്ടും ഏത് മേഖലയിലും ദുനിയാവിലും ആഖിറത്തിലും ഒരുപാട് പദവിയിലേക്ക് എത്തിയ മഹാന്മാരായ ആളുകൾ അവരുടെ ഇതേപോലെ പറഞ്ഞാൽ തീരാത്ത മനോഹരമായ മാതൃകകൾ ഒരിക്കൽ ബഹുമാനപ്പെട്ട മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയാൻ ആവശ്യപ്പെട്ടു. ജിബ്രീലിനോടാണ് മുത്തനബി പറയുന്നത്, ജിബ്രീലെ, ഉമർ ഇബ്നുൽ ഖത്താബിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്നത് പറഞ്ഞു തരുമോ? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നൂഹ് നബി അലൈഹിസ്സലാം പ്രബോധനം ചെയ്ത 950 കൊല്ലം നബിയെ അങ്ങേക്ക് ആയുസ് കിട്ടിയാൽ 950 കൊല്ലം 24 മണിക്കൂറും നിങ്ങളോടൊപ്പം നടന്ന് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഫളൽ പറഞ്ഞു തന്നാൽ ഞാൻ പഠിച്ച ഫളൽ തീരുകയില്ല എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ഉമർ ഇബ്നുൽ ഖത്താബിനെ കുറിച്ച് മുത്തനബിയോട് പറഞ്ഞു കൊടുത്തത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ മഹാരഥന്മാരെയൊക്കെ അങ്ങേയറ്റം ഇഷ്ടപ്പെടാനും അവരോടൊപ്പം നാളെ സുഖലോക സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാനും എല്ലാ വെള്ളിയാഴ്ചയും ആ മഹാന്മാരുടെ പേര് കേൾക്കുമ്പോ നമ്മൾ റളിയല്ലാഹു അൻഹു എന്ന് ചൊല്ലുമ്പോ നമ്മുടെ ഖൽബിലേക്ക് അവരോടുള്ള മഹബ്ബത്ത് കടന്നു വരികയും ഇൻഷാ അല്ലാഹ് അവരെയൊക്കെ സിയാറത്ത് ചെയ്യാനും അവരോട് സലാം പറയാനും അവരുടെ മാതൃകകൾ സ്വീകരിക്കാനും അവരെ പഠിക്കാനും നാളെ പരലോകത്ത് സുഖലോക സ്വർഗ്ഗത്തിൽ ആ മഹാന്മാരുടെ നേതൃത്വത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മുത്തുനബിയുടെ കൂടെ ഈ ഉമ്മത്തിൽ ഒരംഗമായി ആ മഹാന്മാർക്കൊപ്പം ഒരുമിച്ച് കൂടാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.